നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ വീണ്ടും വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ചില ഗാനങ്ങളുണ്ടാകും. അത് എപ്പോൾ കേട്ടാലും എത്ര കേട്ടാലും മതിയാവില്ല. അങ്ങനെയുള്ള ചില ഗാനങ്ങളുമായി നിങ്ങളോടൊപ്പം RJ ദിവ്യ. വെൽക്കം ടു ഗോഡ്സ് ഓൺ മെലഡി. മലയാളിക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഈണങ്ങൾ സമ്മാനിച്ച രവീന്ദ്രൻ മാഷ് ഓർമ്മയായിട്ട് 12 വർഷം കഴിഞ്ഞു. മലയാളിയുടെ മനസ്സിനെ തഴുകിയുണർത്തിയ ഈണങ്ങൾ സമ്മാനിച്ച ആ പ്രതിഭ മൺമറഞ്ഞിട്ടും മരിക്കാത്ത ഓർമ്മയായി രവീന്ദ്രഗാനങ്ങൾ ഇന്നും സംഗീത ആരാധകരുടെ ഹൃദയങ്ങളെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നു. നീലാകാശത്താരാജാലം ചൂടാര
മലയാളത്തിൽ പകരക്കാരനില്ലാത്ത സംഗീതജ്ഞനാണ് രവീന്ദ്രൻ മാസ്റ്റർ. അദ്ദേഹത്തിന്റെ സംഗീത സബരിയ ചൂള എന്ന സിനിമയിൽ തുടങ്ങി കളഭത്തിൽ അവസാനിക്കുമെങ്കിലും ആ ഇണങ്ങൾ കാലഭേദമന്യേ സംഗീത ആരാധകരുടെ ഹൃദയങ്ങളെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നു. ഗായകനാകാൻ അവസരം തേടി മദ്രാസിലെത്തിയ കുളത്തൂപ്പുഴ രവി എന്ന രവീന്ദ്രൻ മാസ്റ്ററുടെ വിധി ഹൃദയങ്ങൾ കീഴടക്കുന്ന ഈണങ്ങൾ അണിയിച്ചൊരുക്കാനായിരുന്നു. സംഗീത കോളേജിലെ സുഹൃത്തായിരുന്ന KJ യേശുദാസിനെ കണ്ടുമുട്ടിയത് രവീന്ദ്രൻ മാഷിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായി. അങ്ങനെ 1979 ശശികുമാർ സംവിധാനം ചെയ്ത ചൂള എന്ന ചിത്രത്തിലൂടെ സംഗീത ലോകത്തിൽ അരങ്ങേറ്റം. തുടർന്നങ്ങോട്ട് ഈണങ്ങൾ കൊണ്ട് മാന്ത്രികം തീർക്കുകയായിരുന്നു രവീന്ദ്രൻ മാഷ്. രവീന്ദ്ര ഈണങ്ങൾക്ക് ഗാനഗന്ധർവന്റെ സ്വരമാതിരി കൂടിയായപ്പോൾ സംഗീത പ്രേമികൾക്ക് ലഭിച്ചത് അനശ്വര ഗാനങ്ങൾ. ശീലതികകൾ തളിരണിഞ്ഞുലയവേ വാക്കിളിമകളെ തേൻ കുളിർമൊഴിയേ അരിയൊരിയൂ ഞാൻ അതിലിരുന്നാടു കനകലിപികളിലെഴുതിയ കവിതനഴകഴും ശ്രീലതികകൾ തളിരണിഞ്ഞുലയവേ വാക്കിളിമകളെ തേൻ കുളിർമൊഴിയേ അരിയൊരിയൂ ഞാൻ അതിലിരുന്നാടു കനകലിപികളിലെഴുതിയ കവിതനഴകഴും ശ്രീലതികകൾ തളിരണിഞ്ഞുലയവേ. സാഗരവുമേറ്റു പാടുമൊരു രാഗമായുണരു നീ ഓരികൻ തരളനാദമായി മധുരഭാവമായി ഹൃദയഗീതമായി വരികയേഴു സാഗരവുമേറ്റു പാടുമൊരു രാഗമായുണരു നീ സരിമ സരിമ പ സരിമ പനി സരിമ പനി സ സരിമ പനി സരി രമ പനി സരിമ പ ശ്രീലതികകൾ തളിരണിഞ്ഞുലയവേ ഏഴു പൊൻതിരികൾ പൂത്തു നിൽക്കുമൊരു ദീപമായുണരു നീ ഓരികൻ കരളിലാകവെ മലയസാനുവിൽ നിറനിലാവുപോൽ വരികയേഴു പൊൻതിരികൾ പൂത്തു നിൽക്കുമൊരു ദീപമായുണരു നീ പമരി പമരി സ പമരി സനി പമരി സനി പമരി സനി പമ പമരി സനി പമ സ ശ്രീലതികകൾ തളിരണിഞ്ഞുലയവേ വാക്കിളിമകളെ തേൻ കുളിർമൊഴിയേ അരിയൊരിയൂ ഞാൻ അതിലിരുന്നാടു കനകലിപികളിലെഴുതിയ കവിതനഴകഴും ശ്രീലതികകൾ തളിരണിഞ്ഞുലയവേ ശ്രീലതികകൾ തളിരണിഞ്ഞുലയവേ ശ്രീലതികകൾ തളിരണിഞ്ഞുലയവേ.
രവീന്ദ്രൻ മാഷ് ഒരുക്കിയ ഒരു പാട്ടെങ്കിലും കേൾക്കാതെ നമ്മുടെ ഒരു ദിവസം പോലും കടന്നു പോവില്ല. സുന്ദരഗാനങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട് അദ്ദേഹത്തിൻ്റെതായിട്ട്. ചലച്ചിത്ര സംഗീതത്തിലൂടെ അദ്ദേഹം നടത്തിയ അഭൗമസുന്ദരമായ സംഗീത പ്രയാണം മലയാളിക്ക് ലഭിച്ച വലിയൊരു അനുഗ്രഹമാണ്. രവീന്ദ്രൻ മാഷിനെ കുറിച്ചുള്ള ഓർമ്മയ്ക്ക് കൂട്ടിരിക്കാൻ അദ്ദേഹത്തിന്റെ സംഗീതം എന്നും നമ്മളോടൊപ്പം ഉണ്ടാകും. ഒരു കിളി പാട്ടുമൂളവേ മറുകിളിയേറ്റു പാടുമോ, ഒരു കിളി പാട്ടുമൂളവേ മറുകിളിയേറ്റു പാടുമോ, മധുവസന്ത മഴ നനഞ്ഞു വരുമോ, ഒരു സ്വരതാരം പോലെ ജപലയ മന്ത്രം പോലെ അരികെ വരാം. പറന്നു 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 ഞാൻ. ഒരു കിളി പാട്ടുമൂളവേ മറുകിളിയേറ്റു പാടുമോ, ഒരു കിളി പാട്ടുമൂളവേ മറുകിളിയേറ്റു പാടുമോ. വലങ്കാൽ ചിലമ്പുമായി വിരുന്നെത്തി എൻ്റെ നെഞ്ചിൻ മണിത്താഴിൻ അഴുതിൻ്റെ അഴിനീക്കി നീ. വലങ്കാൽ ചിലമ്പുമായി വിരുന്നെത്തി എൻ്റെ നെഞ്ചിൻ മണിത്താഴിൻ തഴുതിൻ്റെ അഴിനീക്കി നീ. കിടക്കയായി ഞാൻ നിന്റെ രാമച്ച കിടക്കയായി ഞാൻ. ഒരു കിളി പാട്ടുമൂളവേ മറുകിളിയേറ്റു പാടുമോ, ഒരു കിളി പാട്ടുമൂളവേ മറുകിളിയേറ്റു പാടുമോ. തിരിയായി തെളിഞ്ഞു നിൻ മനസ്സിൻ്റെ അമ്പലത്തിൽ ഒരു ജന്മം മുഴുവൻ ഞാൻ എരിയില്ലയോ. തിരിയായി തെളിഞ്ഞു നിൻ മനസ്സിൻ്റെ അമ്പലത്തിൽ ഒരു ജന്മം മുഴുവൻ ഞാൻ എരിയില്ലയോ. സ്വരങ്ങളാക്കി എന്നും ഞാൻ എന്നെ സ്വരങ്ങളാക്കി. ഒരു കിളി പാട്ടുമൂളവേ മറുകിളിയേറ്റു പാടുമോ,
മധുവസന്ത മഴ നനഞ്ഞു വരുമോ? ഒരു സ്വരതാരം പോലെ ജപലയ മന്ത്രം പോലെ അരികെ വരാം. പറന്നു 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 ഒരു കിളി പാട്ടുമൂളവേ മറുകിളിയേറ്റു പാടുമോ? ഒരു കിളി പാട്ടുമൂളവേ മറുകിളിയേറ്റു പാടുമോ? രവീന്ദ്രൻ മാഷ് കൂടുതലും കടുപ്പമേറിയ ഗാനങ്ങൾ കമ്പോസ് ചെയ്യുന്നത് ദാസേട്ടന് വേണ്ടിയാണ്. അന്നുവരെ ആരും പരീക്ഷിച്ചിട്ടില്ലാത്ത കീഴ്സ്ഥായിലായിരുന്നു അദ്ദേഹം ചൂളയിലെ താരകയെ മിഴിയിതളിൽ കണ്ണീരുമായി എന്ന ഗാനം കമ്പോസ് ചെയ്തത്. അതുപോലെ തന്നെ അമരത്തിലെ വികാരനാവുകയുമായി, പിന്നെ നന്ദനത്തിലെ ഗോപികെ എന്ന ഗാനങ്ങളും അദ്ദേഹത്തിന്റെ കീഴ്സ്ഥായിലുള്ള ഗാനങ്ങൾക്ക് ഉദാഹരണമാണ്. ഗോപികേ ഹൃദയമൊരു വെൺശംഖു പോലെ തീരാ വ്യഥകളിൽ വിങ്ങുന്നു. ഏതോ വിഷാദമാ സ്നേഹാർദ്രസാഗരം ഹൃദയമൊരു വെൺശംഖ് പോലെ തീരാ വ്യഥകളിൽ വിങ്ങുന്നു. ഏതോ വിഭാതം പാടും സോപാനഗാനം പോലെ ഗന്ധർവഹൃദയം മീട്ടും ഹിന്ദോളരാഗം പോലെ പ്രണയാർദ്രമായി നിൻ മാനസം. ഒരു പൂർണ്ണചന്ദ്രോദയം കടലിൻ്റെ അലമാലയെ ഉണരുന്ന പോലെ സ്വയം മറന്നു നീ. ഗോപികേ ഹൃദയമൊരു വെൺശംഖ് പോലെ തീരാ വ്യഥകളിൽ വിങ്ങുന്നു. ധ്യാനിച്ചു നിൽക്കും പൂവിൽ കനൽ മിന്നലേൽക്കും രാവിൽ ഗാനം ചുരക്കും നെഞ്ചിൻ മൃദുതന്തി തകരും നോവിൽ
ഏകാന്തമായി നിൻ ശ്രീലകം ഒരു സ്വർണ്ണദീപാങ്കുരം കാറ്റിൻ്റെ നെടുവീർപ്പിനാൽ പിടയുന്ന പോലെ സ്വയം പൊലിഞ്ഞു ഗോപിക്കേ ഹൃദയമൊരു വെൺശംഖു പോലെ തീരാ വ്യഥകളിൽ വിങ്ങുന്നു ഏതോ വിഷാദമാ സ്നേഹാർദ്രസാഗരം ഉരുകി നിന്റെ കരളിൽ ഗോപിക്കേ ഹൃദയമൊരു വെൺശംഖു പോലെ തീരാ വ്യഥകളിൽ വെൽക്കം ബാക്ക് ടു കർമ്മ റേഡിയോ ഗോഡ്സ് ഓൺ മെലഡീസിൽ നിങ്ങളോടൊപ്പം RJ ദിവ്യ. ദാസേട്ടൻ കഴിഞ്ഞാൽ രവീന്ദ്രൻ മാഷ് ഏറ്റവും കൂടുതൽ കടുപ്പമേറിയ ഗാനങ്ങൾ കമ്പോസ് ചെയ്തിട്ടുള്ളത് ചിത്രചേച്ചിക്ക് വേണ്ടിയാണ്. അതിനുള്ള ചില ഉദാഹരണങ്ങളാണ് ആറാം തമ്പുരാനിലെ പാടി തൊടിയിലേതോ, അതുപോലെ തന്നെ നന്ദനത്തിലെ കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ, കിഴക്കുണരും പക്ഷിയിലെ ഹേ കൃഷ്ണ എന്ന ഗാനങ്ങൾ. വെയിലൊളി പൂക്കാവടിയാടി തിരുത്തില്ലാന
തിരുവാതിരവനയും പനയൂരാ ആടി തൊടിയിലേതോ പൊന്നാനിലിമേ പുലരി വെയിലൊളി പൂക്കാവടിയാടി തിരുത്തില്ലാനത്തിമില തകിലൊടു പാടി പാടി പൊതുവെ ഒരു കൃഷ്ണ ഭക്തി ആയതുകൊണ്ടായിരിക്കാം കൃഷ്ണനെക്കുറിച്ചുള്ള പാട്ടുകൾ പാടാൻ ചിത്രചേച്ചിക്ക് ഭാഗ്യം കിട്ടിയത്. ഹേ കൃഷ്ണ എന്ന ഗാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ രവീന്ദ്രൻ മാഷ് ചാരുകേശി രാഗത്തിൽ കമ്പോസ് ചെയ്ത ഒരു മനോഹരമായ ഗാനം. ഭക്തിയും ദയനീയതയും നിരാശയും എല്ലാം കലർന്നു വരുന്ന ഒരു ഗാനം. ഇതിന്റെ വരികൾ എഴുതിയത് ശ്രീ കെ ജയകുമാറാണ്. അദ്ദേഹം ഏതോ ഒരു ആർട്ടിക്കിളിൽ ഇത് എഴുതുകയുണ്ടായി. ഈ ഗാനത്തിന്റെ ടെമ്പോ, അതായത് സ്പീഡ് അല്പം കൂടുതലാണെന്ന്. എനിക്ക് തോന്നുന്നു ടെമ്പോ കൂടിയിട്ടില്ലായിരുന്നെങ്കിൽ ഒരു മീരാ ഭജൻ മാത്രമായി ഒതുങ്ങിപ്പോകുമായിരുന്ന ഈ ഗാനത്തെ ടെമ്പോ കൂട്ടി മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചത് രവീന്ദ്രൻ മാഷ് എന്ന സംഗീത സംവിധായകന്റെ കഴിവ് മാത്രമാണ്. ഹേ കൃഷ്ണ ഹരേ കൃഷ്ണ ഘനശ്യാമ മോഹന കൃഷ്ണ 1, 2, 3, 4. ഹേ ഘനശ്യാമ മോഹന കൃഷ്ണ ഗിരിധര ഗോപകുമാര കൃഷ്ണ ഗിരിധര ഗോപകുമാര താമസമില്ലേ താമരനയന തുളസി താമസമില്ലേ താമരനയന തുളസി മുകുളിതരജനി കുഞ്ചകുടീരേ മുരളി മധുമള ചൊരിയാനേ ഘനശ്യാമ മോഹന കൃഷ്ണ ഗിരിധര ഗോപകുമാര വിരിയും ശ്രാവണ മലരു
गिरिधर गोपकुमारा हे कृष्णा हरे कृष्णा घनश्याम कृष्णा. ഈ ഗാനത്തെപ്പറ്റി പറയുമ്പോൾ ഈ ചിത്രത്തിലെ മറ്റൊരു ഗാനത്തെപ്പറ്റി പറയാതിരിക്കാൻ വയ്യ. അരുണകിരണമണിയും എന്ന ഗാനം എങ്ങനെ അദ്ദേഹം കമ്പോസ് ചെയ്തു എന്നത് ഒരു അത്ഭുതമാണ്. എന്നാൽ വെറും 4 സ്വരങ്ങൾ മാത്രമേ അദ്ദേഹം ഈ പാട്ടിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. 4 സ്വരങ്ങൾ മാത്രമുള്ള ലവംഗി എന്ന രാഗമാണ് ഈ ഗാനത്തിന് വേണ്ടി രവീന്ദ്രൻ മാസ്റ്റർ ഉപയോഗിച്ചത്. പ്രശസ്ത സംഗീതജ്ഞൻ ഡോക്ടർ ബാലമുരളീകൃഷ്ണ കണ്ടുപിടിച്ച രാഗമാണ് ലവംഗി. സരിമാ സരിമധ രീരി സധ. ഈ 4 സ്വരങ്ങൾ വെച്ച് ഒരു ഗാനം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ എത്ര പ്രയാസമേറിയ കാര്യമാണെന്ന് ആ ഗാനം കേട്ടു നോക്കിയാൽ അറിയാൻ സാധിക്കും. അരുണകിരണമണിയുമുദയമതിലുതിർന്നു സാമ സംഗീതം. ചരണ ചരണ പങ്കജങ്ങൾ തേടി അലരുന്നു പ്രേമ സായുജ്യം. അസിതലാസ്യം സരസമധുരം സുമശരങ്ങളെയ്തു അമൃതപുളിനം പ്രണയ ഭരിതരാഗം. ഹൃദയ തരള മലർതി ഗുഞ്ചമായി ഹരിത ഭുവനം അനുപമ സ്വരജതി അതിലൊരു നൽകുതി നീവാ. മദനപരം സ്വരസദനം മമ സദനം തവ ഹൃദയം അസുലഭ മധുമൊഴി നിറകതിരുളിയായി നീവാ. സ്നേഹമേ നിറയുമോ നിതാന്തമായി ഈണമാർന്ന സ്വരഗതിയിൽ. ഭാവമേ ഉണരുമോ അനാരതം താളരാഗലയ ശുതിരതിയായി. നിറമണിയും ഗഗനപഥം തിരുശിഖരം കനകമയം സുരവില മലരുളി ചൊരിയുകയായി അരുണകിരണമണിയുമുദയമതിലുതിർന്നു സാമ സംഗീതം. ചരണ ചരണ പങ്കജങ്ങൾ തേടി അലഞ്ഞു പ്രേമ സായുജ്യം. അസിതലാസ്യം സരസമധുരം സുമശരങ്ങളെയ്തു അമൃതപുളിന പ്രണയ ഭരിതരാഗം. ഹൃദയ
തരള മണർന്നു കുഞ്ചമായി ഹരിത ഭുവനം അനുപമ സ്വരജതി അതിലൊരു നിർവൃതി നീവാ. സംഗീത സംവിധായകർ കർണാടക സംഗീതത്തിലുള്ള ചില കൃതികളിൽ നിന്നും ഗീതങ്ങളിൽ നിന്നും വർണ്ണങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ഗാനങ്ങൾ കമ്പോസ് ചെയ്യുന്നത് പതിവാണ്. രവീന്ദ്രൻ മാഷിന്റെ ചില ഗാനങ്ങൾ അത്തരത്തിലുള്ളവയാണ്. ശുദ്ധധാന്യാസി രാഗത്തിലുള്ള എല്ലാവർക്കും പരിചിതമായ ഒരു കൃതിയാണ് ഹിമഗിരി തനയെ ഹേമലതേ. അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിട്ടാവണം അദ്ദേഹം മഴയത്ത് മുൻപേലെ എന്തിനു വേറൊരു സൂര്യോദയം എന്ന ഗാനം ചെയ്തിട്ടുള്ളത്. രണ്ടിന്റെയും തുടക്കം ഒരുപോലെയാണ്. ഒന്ന് കേട്ടു നോക്കൂ. എന്തിനു വേറൊരു സൂര്യോദയം, എന്തിനു വേറൊരു സൂര്യോദയം, നീ എൻ പൊന്നുഷ സന്ധ്യയല്ലേ, എന്തിനു വേറൊരു മധുവസന്തം, എന്തിനു വേറൊരു മധുവസന്തം, ഇന്നു നീ എന്നരികിലില്ലേ, മലർവനിയിൽ വെറുതെ എന്തിനു വേറൊരു മധുവസന്തം. നിന്റെ നൂപുര മർമരം ഒന്നു കേൾക്കാനായി വന്നു ഞാൻ. നിന്റെ സാന്ത്വന വേണുവിൽ രാഗലോലമായി ജീവിതം, നീ എന്റെ ആനന്ദ നീലാംബരി, നീ എന്നും അണയാത്ത ദീപാഞ്ജലി, ഇനിയും ചിലമ്പണിയൂ. എന്തിനു വേറൊരു സൂര്യോദയം, ശ്യാമഗോപിക്ക് ഈ മിഴി പൂക്കളിന്നെന്തേ ഈറനായി. താവകാങ്കുലിലാളനങ്ങളിൽ ആർദ്രമായി മാനസം, പൂകൊണ്ടു മൂടുന്നു വൃന്ദാവനം, സിന്ദൂരമണിയുന്നു രാഗാംബരം, പാടൂ സ്വരയമോടെ എന്തിനു വേറൊരു സൂര്യോദയം.
ഉദയം നീ എൻ പൊന്നുഷ സന്ധ്യയല്ലേ. എന്തിനു വേറൊരു മധുവസന്തം ഇന്നും നീ എന്നരികിലില്ലേ. മലർവനിയിൽ വെറുതെ എന്തിനു വേറൊരു മധുവസന്തം. രേവതി രാഗത്തിലുള്ള കുടജാദ്രിയിൽ എന്ന ഗാനം ഏതെങ്കിലും മലയാളിക്ക് മറക്കാൻ പറ്റുമോ? കഥയ്ക്ക് ആവശ്യമെങ്കിൽ രാഗങ്ങളുടെ മൂട് മാറ്റി ഗാനങ്ങൾ ചിട്ടപ്പെടുത്താനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് അപാരമാണ്. സിന്ധുഭൈരവി രാഗത്തിൽ ചെയ്ത ഹരിമുരളീരവം, മധ്യമാവതി രാഗത്തിൽ ചെയ്ത ദീനദയാലു രാമ, ഈ രണ്ടു ഗാനങ്ങളുടെയും ഹിന്ദുസ്ഥാനി ടച്ച് കർണാടക സംഗീതത്തിന്റെ പൊലിമ നഷ്ടപ്പെടാതെ തന്നെ ആസ്വാദന സുഖം തരുന്നു. അരയന്നങ്ങളുടെ വീട്ടിലെ നായികയുടെ ഉത്തരേന്ത്യൻ ബന്ധം പൂർണ്ണമാക്കുവാൻ വേണ്ടി അദ്ദേഹം ഹിന്ദുസ്ഥാനി സംഗീതം പഠിച്ച ഗായത്രിയെ തന്നെ ദീനദയാലു രാമ പാടുവാൻ തിരഞ്ഞെടുത്തതെന്ന് കൂടെ ചേർത്ത് വായിക്കുമ്പോൾ അദ്ദേഹം വിട്ടുവീഴ്ചകൾക്ക് തയ്യാറല്ലാത്ത സംഗീതജ്ഞനായതിന്റെ സൗന്ദര്യം മനസ്സിലാകും. ദീനദയാലോ രാമ ജയ സീതാ വല്ലഭ രാമ. ദീനദയാലോ രാമ ജയ സീതാ വല്ലഭ രാമ. ശ്രുതജനപാലക रघुपति राघव, श्रुतजनपालक रघुपति राघव, पीताम्बरधर पावन राम. दीनदयालु राम जय सीता वल्लभ राम. കൗസല്യാത്മജ നീ തൊടുമ്പോൾ ശിലയും അകലയായി മാറുന്നു. കൗസല്യാത്മജ നീ തൊടുമ്പോൾ ശിലയും അകലയായി മാറുന്നു. ശിലി പരിപാലക ക്ഷിതി പരിപാലക നിന്നെ ഭജിച്ച ഭവദുരിതങ്ങൾ തീർന്നൊഴിയുന്നു. രാമ ഹരേ ജയ രാമ ഹരേ, രാമ ഹരേ ജയ രാമ ഹരേ. दीनदयालु राम जय सीता वल्लभ राम.
വഴിയിൽ നിൻ കാൽപ്പാടുകളായി മിഥിലജ നിന്നെ പിന്തുടരുന്നു. രാമ ഹരേ ജയ രാമ ഹരേ, രാമ ഹരേ ജയ രാമ ഹരേ. ദീനദയാലു രാമാ ജയ സീതാവല്ലഭ രാമാ. ശ്രുതി പകരുവാൻ ഒരു ഹാർമോണിയവും താളത്തിന് ഒരു തബലയും ഉണ്ടെങ്കിൽ അവിടെ രവീന്ദ്ര സംഗീതം പിറക്കുകയായി. അവിടെ മലയാളത്തിന്റെ ഗാനഗന്ധർവന്റെ ശബ്ദം കൂടെ ഉണ്ടെങ്കിലോ? പാട്ടുപാടുന്ന ആൺശബ്ദത്തെക്കുറിച്ച് വ്യക്തമായ ചില ധാരണകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ശ്രുതിക്കിണങ്ങുന്ന ഘനഗാംഭീര്യം, ആയാസരഹിതമായി ആരോഹണ അവരോഹണങ്ങൾക്കിടയിലുള്ള സഞ്ചാരം, ഈ സങ്കല്പങ്ങളെല്ലാത്തിനും തന്റെ ഗാനങ്ങളിൽ പൂർണ്ണത കൈവരുന്നത് യേശുദാസിന്റെ ശബ്ദത്തിലൂടെയാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അദ്ദേഹത്തിന്റെ വശ്യമായ മിക്ക ഗാനങ്ങളും ഉണ്ടായിട്ടുള്ളതും ഈ കൂട്ടുകെട്ടിൽ തന്നെയാണ്. പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി. പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി. ശുഭസായാനം ശുഭസായാനം പോലെ തെളിദീപം കളിനിഴലിൻ കൈക്കുമ്പിൽ നിറയുമ്പോൾ എൻ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി. ഏതേതോ കഥയിൽ സരയുവിലൊരു ചുടുമിഴി കണമായി ഞാൻ. ഏതേതോ കഥയിൽ സരയുവിലൊരു ചുടുമിഴി കണമായി ഞാൻ. കവിയുടെ ഗാനരസാമൃതലഹരിയിലൊരു നവകനക കിരീടമിതണിയുമ്പോ ഇന്നിതാ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി.
മൃദുകുല മധുരിമ തഴുകിയ മുരളിയിലൊരു യുഗ സംക്രമഗീതയുണർത്തുമ്പോൾ ഇന്നിതാ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി ശുഭസായാനം പോലെ ശുഭസായാനം പോലെ തെളിദീപം കളിനിഴലിൽ കൈക്കുമ്പിൽ നിറയുമ്പോൾ എൻ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി മലയാളി ഹൃദയങ്ങളിലേക്ക് 7 സ്വരങ്ങളും തഴുകിയെത്തിയ, കാതിൽ തേനും വയമ്പും തൂവിയ, മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ട് പോലെ നിരവധി പാട്ടുകൾ സമ്മാനിച്ച രവീന്ദ്രൻ മാസ്റ്റർ ഹാർമോണിയപ്പെട്ടി താഴെ വെച്ച് സംഗീതത്തിന്റെ ഏതോ നിദ്രയിൽ ലയിച്ചിട്ട് 12 വർഷം കഴിഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ പാട്ടുകളിലൂടെ മലയാളി ഹൃദയങ്ങളിൽ മാഷ് എന്നും ജീവിക്കുന്നു. ആ അനശ്വര പ്രതിഭയുടെ ഓർമ്മയ്ക്ക് മുൻപിൽ ഒരു പിടി കണ്ണീർ പൂക്കൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഏതോ നിദ്ര തൻ പൊന്മയിപ്പീലിയിൽ 7 വർണ്ണങ്ങളും നീർത്തി തളിരിലത്തുമ്പിൽ നിന്നുതിരും മഴയുടെ ഏകാന്ത സംഗീതമാ മൃദുപദമോടെ മധുമന്ത്രമോടെ അന്നെന്നരികിൽ വന്നുവെന്നോ എന്തേ ഞാനറിഞ്ഞില്ല ഏതോ നിദ്ര തൻ പൊന്മയിപ്പീലിയിൽ ആ വഴിയോരത്ത് അന്നാർദ്രമാം സന്ധ്യയിൽ ആവണിപ്പൂവായി നീ നിന്നുവെന്നോ ആ വഴിയോരത്ത് അന്നാർദ്രമാം സന്ധ്യയിൽ ആവണിപ്പൂവായി നീ നിന്നുവെന്നോ കുറുനിര തഴുകിയ കാറ്റിനോടന്നു നിൻ ഉള്ളം തുറന്നുവെന്നോ അരുമയാം ആമോഹ പൊൻതൂവലൊക്കെയും പ്രണയനിലാവായി ഒഴിഞ്ഞുവെന്നോ എന്തേ ഞാനറിഞ്ഞില്ല ഏതോ നിദ്ര തൻ പൊന്മയിപ്പീലിയിൽ ഈ മുള
തണ്ടിൽ ചുരന്നൊരൻ പാട്ടുകൾ പാലാഴിയായി നെഞ്ചിൽ നിറച്ചുവെന്നോ. ഈ മുളം തണ്ടിൽ ചുരന്നൊരൻ പാട്ടുകൾ പാലാഴിയായി നെഞ്ചിൽ നിറച്ചുവെന്നോ. അതിലൂറും അമൃത കണങ്ങൾ കോർത്തു നീ അന്നും കാത്തിരുന്നെന്നോ. അകതാരിൽ കുറുകിയ വെൺപ്രാക്കളൊക്കെയും അനുരാഗദൂതുമായി പറന്നുവെന്നോ. എന്തേ ഞാനറിഞ്ഞില്ല, ഞാനറിഞ്ഞില്ല. ഏതോ നിദ്ര തൻ പൊന്മയിൽ പീലിയിൽ 7 വർണ്ണങ്ങളും നീർത്തി തളിരിലത്തുമ്പിൽ നിന്നൊതിരും മഴയുടെ ഏകാന്ത സംഗീതമായി മൃദുപദമോടെ മധുമന്ത്രമോടെ അന്നെന്നരികിൽ വന്നുവെന്നോ. എന്തേ ഞാനറിഞ്ഞില്ല. അപ്പോൾ ഇനി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. Until then, this is RJ Divya signing off from Karma Radio.